ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ സൗമി. ഇന്ന് ഫെബ്രുവരി 15 ഞായറാഴ്ച, മഹാശിവരാത്രി ദിവസമാണ് ഇന്ന്. എല്ലാ കൂട്ടുകാർക്കും ശിവരാത്രി ദിന ആശംസകൾ. ശിവരാത്രി ദിവസമായ ഇന്ന് ഞങ്ങൾ പോയ കുറച്ച് ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യമായി ഞങ്ങൾ പോയത് കാരാളിയിലുള്ള ശിവപാർവതി ക്ഷേത്രത്തിലായിരുന്നു. തിരുവനന്തപുരം ഈഞ്ചക്കൽ വള്ളക്കടവിനടുത്തുള്ള കാരാളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരുവനന്തപുരത്തെ പ്രശസ്തമായ ശിവക്ഷേത്രമായ ശ്രീകണ്ഠേശ്വരത്താണ് ഞങ്ങൾ പോയത്. ഇവിടെ വലിയൊരു ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിന് പുറത്ത് ഗാനമേള നടക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം ഗാനമേളയൊക്കെ കണ്ടാസ്വദിച്ചു. ഗാനമേള ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിന് വെളിയിലിറങ്ങി. അവിടെ അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു. നീണ്ട ഒരു ക്യൂ തന്നെയായിരുന്നു അന്നദാനത്തിന് വേണ്ടി ഉണ്ടായിരുന്നത്. ഞങ്ങളും ക്യൂവിൽ നിന്ന് അവസാനം ഞങ്ങൾക്ക് നല്ല ചൂടിഡലിയും സാമ്പാറും രസവടയും മുളക് ബജിയും ചട്നിയും നല്ല ചൂട് ചുക്കൻ കാപ്പിയും ഞങ്ങൾക്ക് ലഭിച്ചു. ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത അമ്പലമായ പഴയ നീലകണ്ഠേശ്വരം ക്ഷേത്രത്തിലെത്തി. തിരുവനന്തപുരം SMV സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് പഴയ നീലകണ്ഠേശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയപ്പോൾ അവിടെയും അന്നദാനമുണ്ടായിരുന്നു. നല്ല ഉപ്പുമാവും പഴവും തേയിലവെള്ളമായിരുന്നു ഇവിടുത്തെ അന്നദാനം. അതിനുശേഷം ഞങ്ങൾ ത്രിമൂർത്തി ക്ഷേത്രത്തിലോട്ട് പോയി. നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായി സ്ഥിതി ചെയ്യുന്ന ത്രിമൂർത്തി ക്ഷേത്രത്തിലായിരുന്നു ഞങ്ങൾ പോയത്. ദീപാലങ്കാരങ്ങളാൽ മനോഹരിതമായിരുന്നു ക്ഷേത്രം. ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങൾ അടുത്തതായി പോയത് തിരുവനന്തപുരം ഹൈമുട്ടത്രയിലുള്ള നീലകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലായിരുന്നു പോയത്. ബൈപ്പാസിനടുത്ത് സ്ഥിതി ചെയ്യുന്ന നീലകണ്ഠേശ്വരം ക്ഷേത്രം. ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.